സാധാരണ നമ്മൾ പായസം കുടിച്ച് കഴിഞ്ഞാൽ മത്താവലാണ് സ്ഥിരം പരിപാടി. എന്നാൽ ഈ ഒരു പായസം ഒന്ന് കഴിച്ച് നോക്കണേ, മത്ത് പിടിക്കേ ചെയ്യൂല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് പൈനാപ്പിളും അടയും വെച്ചിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 കപ്പോളം ഞാൻ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 200 ഗ്രാമോളം അരി അടയാണ് കേട്ടോ. അട ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ അടച്ചൊന്നും മാറ്റി വയ്ക്കും. അപ്പോഴത്തേക്ക് അട നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതാ ഒരു ഉരുളിയിലോട്ട് 1/4 കപ്പോളം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കും. നെയ്യ് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്തെടുക്കാം. കുറച്ച് റൈസിൻസും നട്ട്സൊക്കെ ചേർത്തിട്ടൊന്ന് വറുത്ത് കോരിയൊന്ന് മാറ്റി വയ്ക്കാം. അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു പൈനാപ്പിളും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴിച്ചെടുത്തതിന് ശേഷം 2.5 കപ്പോളം നല്ല കട്ടിക്ക് ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ള ജാഗരി സിറപ്പാണ്. അത് ചേർത്ത് നല്ല രീതിയിൽ ആ ഒരു പൈനാപ്പിളും ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് യോജിച്ച് വരണം. അതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള അട ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഊറ്റിയെടുത്താണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 3.5 കപ്പോളം 2-ാം പാൽ, തേങ്ങയുടെ 2-ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2-ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലോണം സമയം എടുക്കും കേട്ടോ, ഒന്ന് കുറുകി വരാൻ വേണ്ടി. അത്രത്തോളം ടൈം എടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കപ്പൊടി, പിന്നെ എല്ലാം ഒന്ന് കുറുകിയതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് അവസാനം 2 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാൽ, തേങ്ങയുടെ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. പിന്നെ അതുപോലെ തന്നെ 1-2 ടീസ്പൂൺ നെയ്യും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസും കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പൈനാപ്പിൾ അട പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.